ഹായ് ഓൾ, എൻ്റെ പേര് ഗീത സാനു. ബ്ലസ് അക്കാദമി തിരുവല്ലയുടെ നഴ്സിംഗ് ട്യൂട്ടറാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സൈക്കാട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു ഡ്രഗിനെ കുറിച്ചാണ്. ലിഥിയം കാർബണേറ്റ്. മാനിയ എന്ന ബൈപോളർ കണ്ടീഷനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ് ലിഥിയം കാർബണേറ്റ്. Bipolar disorder means there are two extremes of mood. At one extreme, very much elated mood, that is mania. On the other extreme, there is very much low mood, that is depression. ഇതിൽ മാനിയ എന്ന സ്റ്റേറ്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ലിഥിയം കാർബണേറ്റ് ഉപയോഗിക്കുന്നത്. ലിഥിയം കാർബണേറ്റ് വളരെ എഫക്റ്റീവായിട്ട് മാനിയയിൽ ഉപയോഗിക്കാം എങ്കിൽ കൂടി ഇതിന്റെ ലീതൽ ഇഫക്റ്റ് കൂടി ഉള്ളതാണ്. So while we are using this lithium, we have to be very careful. എങ്ങനെയാണ് ലിഥിയം മാനിയയെ ട്രീറ്റ് ചെയ്യുന്നത്? Normally, our mood is stabilized with a balance between the excitatory and inhibitory neurotransmitters. ലിഥിയം ഈ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മാനിയയിൽ സാധാരണയായിട്ട് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടുതലായിരിക്കും. സോ ഇതിനെ റിഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, എക്സാമ്പിൾ ഗാമ അമൈനോ ബ്യൂട്ടീരിക് ആസിഡ്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മെയിൻ ആയിട്ടും ഡോപ്പമിൻ, ഗ്ലൂട്ടാമേറ്റ് ഇതുപോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ്. സോ അതിന്റെ ലെവൽ കുറയ്ക്കുകയും അതോടൊപ്പം ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററായ GABA, ഗാമ അമൈനോ ബ്യൂട്ടീരിക് ആസിഡിന്റെ അളവ് കൂട്ടുകയും ചെയ്തുകൊണ്ട് ഒരു ബാലൻസ് മൂഡിന് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒരു ബാലൻസ് ബോഡിയിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ലിഥിയം ആക്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് വെരി വെൽ നോൺ മൂഡ് സ്റ്റെബിലൈസിംഗ് ഡ്രഗ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ലിഥിയം അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ലിഥിയം അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ even though it is a very effective drug, it has lethal effect also. So we have to monitor the serum lithium level constantly. The therapeutic serum level is 0.6 to 1.2 milliequivalents per liter. ഇതിൽ അല്പം കൂടിയാൽ തന്നെ, അതായത് 1.5 milliequivalents എത്തിയാൽ തന്നെ ലിഥിയത്തിന്റെ ടോക്സിസിറ്റിയുടെ മാനിഫെസ്റ്റേഷൻസ് കാണാൻ സാധിക്കും. So we have to monitor the lithium level frequently. So initial period, ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന കാലഘട്ടങ്ങളിൽ ഫ്രീക്വന്റ് ആയിട്ട് മോണിറ്റർ ചെയ്യുകയും അതിനുശേഷം 1 to 2 months ഇന്റർവെൽ അല്ലെങ്കിൽ പേഷ്യന്റിൽ എന്തെങ്കിലും ബിഹേവിയറൽ ചേഞ്ചസ് കാണുകയാണെങ്കിൽ അപ്പോഴും നമ്മൾ ലിഥിയത്തിന്റെ ലെവൽ നോക്കേണ്ടിയിരിക്കുന്നു. ലിഥിയത്തിന്റെ ലെവലിന് ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് എടുക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ലിഥിയത്തിന്റെ ലാസ്റ്റ് ഡോസിന് ശേഷം 12 hours കഴിഞ്ഞിട്ടായിരിക്കണം ബ്ലഡ് എടുക്കുന്നത്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി ലിഥിയത്തിന്റെ ടോക്സിസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഡിക്രീസ്ഡ് സോഡിയം ഇൻടേക്ക് ആൻഡ് ഡിക്രീസ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്. സോ വി ഹാവ് ടു അഡ്വൈസ് ദ പേഷ്യന്റ് ടു ടേക്ക് adequate amount of sodium in the diet, and also they have to take at least 6 to 8 glasses of water per day. And if the patient develops any polyuria, then excessive vomiting, diarrhea or fever, they have to report it to the doctor, as dehydration increases the toxicity. Then lithium എടുക്കുന്ന ഒരു പേഷ്യന്റ് ഒരിക്കലും നമ്മൾ ഡയൂററ്റിക്സ് കൊടുക്കാൻ പാടില്ല. Diuretic will remove the fluid and patient will go into dehydration and toxicity will increase. ലിഥിയം എടുക്കുന്ന പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ട മറ്റൊരു ഇൻസ്ട്രക്ഷൻ ആണ്, ഈ ഡ്രഗ് പെട്ടെന്ന് നിർത്താൻ പാടില്ല. With another topic, we will meet again.